ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആധുനിക തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിലെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിലെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ തിരുവിതാംകൂറിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കൽക്കുളമാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ തിരുവിതാംകൂറിന്റെ ആസ്ഥാനമായിരുന്നു കൽക്കുളം. ചോരയുടെയും ഇരുമ്പിന്റെയും നയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം മാർത്താണ്ഡവർമ്മയാണ്. ചോരയുടെയും ഇരുമ്പിന്റെയും നയം മാർത്താണ്ഡവർമ്മയുടെ ഭരണവുമായി ബന്ധപ്പെട്ട നയമാണ് ചോരയുടെയും ഇരുമ്പിന്റെയും നയം. ഇത് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ബജറ്റ് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ബജറ്റ് കൊണ്ടുവന്നത് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൽ ബജറ്റ് കൊണ്ടുവന്നത്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. ആദ്യമായി തിരുവിതാംകൂറിൽ ഒരു ഭൂസർവേ നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. യുവരാജാവ് എന്ന നിലയിൽ വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ്. വേണാട് ഉടമ്പടി അന്ന് മാർത്താണ്ഡവർമ്മ യുവരാജാവായിരുന്നു. യുവരാജാവ് എന്ന നിലയിൽ വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഈ വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1723. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് 1723. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം നിർത്തലാക്കിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഹിരണ്യഗർഭം ഇതൊരു ചടങ്ങാണ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ഹിരണ്യഗർഭം. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ഹിരണ്യഗർഭം. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? അതും നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് പൂർണ്ണമായ പേര്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1750 ജനുവരി 3-നാണ് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1750 ജനുവരി 3. 1750 ജനുവരി 3-നാണ് തൃപ്പടിദാനം. തൃപ്പടിദാനം നടന്ന വർഷം 1750 ജനുവരി 3-നാണ്. രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി അത് ധർമ്മരാജയാണ്. രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ധർമ്മരാജ 1766-ലാണ്. രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ധർമ്മരാജയാണ്. 1766-ലാണ്. മറവപ്പട എന്ന പേരിൽ തിരുവിതാംകൂറിൽ സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. മറവപ്പട എന്ന പേരിൽ തിരുവിതാംകൂറിൽ സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ. മറവപ്പട എന്ന പേരിൽ തിരുവിതാംകൂറിൽ സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. മതിലകം രേഖകൾ ഏത് സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടതാണ്. മതിലകം രേഖകൾ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മതിലകം രേഖകൾ ഏത് സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടതാണ്. മതിലകം രേഖകൾ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് എവിടെയാണ്? അത് നെയ്യാറ്റിൻകരയാണ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന ഒരു അമ്മച്ചിപ്ലാവുണ്ട്. അത് നെയ്യാറ്റിൻകരയിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിനടുത്തായിട്ടാണ് ഈ അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിനടുത്താണ് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് കാണുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് മാർത്താണ്ഡവർമ്മയാണ്. കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണനാണ്. കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണൻ. കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രമാദിത്യ വരഗുണൻ. കേരളത്തിലെ അശോകൻ. അതുപോലെ ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നറിയപ്പെടുന്നത്
അമോഘവർഷനാണ്. ദക്ഷിണേന്ത്യയിലെ അശോകൻ അമോഘവർഷൻ. കേരളത്തിലെ അശോകൻ വിക്രമാദിത്യ പരഗുണൻ. ദക്ഷിണേന്ത്യയിലെ അശോകൻ അമോഘവർഷൻ. തിരുവിതാംകൂറിലെ അശോകൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. തിരുവിതാംകൂറിലെ അശോകൻ നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിലെ അശോകൻ മാർത്താണ്ഡവർമ്മയാണ്. ദക്ഷിണേന്ത്യയിലെ അശോകൻ അമോഘവർഷനാണ്. കേരളത്തിലെ അശോകൻ വിക്രമാദിത്യ വരഗുണനാണ്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയാണ് നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം കൽക്കുളമായിരുന്നു. പത്മനാഭപുരത്തെ കൽക്കുളമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ സമയത്ത് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം. മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം എവിടെയായിരുന്നു? മാവേലിക്കര. മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം എവിടെയായിരുന്നു? മാവേലിക്കര. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂ സർവേ നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. ഭൂ സർവേ, അതായത് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തലാണ് ഈ ഭൂ സർവേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂ സർവേ നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം പൂർണ്ണമായും അടിച്ചമർത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം പൂർണ്ണമായും അടിച്ചമർത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. അതായത് ഈ 8 വീട്ടിൽ പിള്ളമാരെയും അതുപോലെ 8 യോഗം ഇതൊക്കെ ഇല്ലാതാക്കിയത് മാർത്താണ്ഡവർമ്മയാണ്. 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്തത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ചരിത്ര പ്രസിദ്ധമായ കുളച്ചൽ യുദ്ധം നടന്നത്. കുളച്ചൽ യുദ്ധം ഇമ്പോർട്ടന്റ് ആണ്. കുളച്ചൽ യുദ്ധം, മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഇത് 1741 ഓഗസ്റ്റ് 10 നടന്നത്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ പ്രസിദ്ധമായ കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങുകയും പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിന്റെ നവീകരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ്. ഈ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങി പിന്നീട് തിരുവിതാംകൂറിന്റെ സൈന്യാധിപനായ വ്യക്തി ഡച്ചുകാരനാണ് ഡിലനോയ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നു. ഡിലനോയ് അറിയപ്പെടുന്നു. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ 1742 ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി. മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിലാണ്. 1742 ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി. ഡച്ചുകാരുടെ കേരളത്തിലെ രാഷ്ട്രീയ മേധാവിത്വം അവസാനിപ്പിച്ചുകൊണ്ട് 1753 ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഡച്ചുകാരുടെ കേരളത്തിലെ രാഷ്ട്രീയ മേധാവിത്വം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഉടമ്പടി നടന്ന വർഷം 1753. തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭ സ്വാമിക്ക് സമർപ്പിച്ച ചരിത്ര പ്രസിദ്ധമായ തൃപ്പടിദാനം നടന്ന വർഷം 1750 ജനുവരി 3 നേരത്തെ പറഞ്ഞതാണ്. തൃപ്പടിദാനത്തിന് ശേഷം മാർത്താണ്ഡവർമ്മ സ്വീകരിച്ച പദവിയാണ് ശ്രീ പത്മനാഭദാസ. തൃപ്പടിദാനത്തിന് ശേഷം മാർത്താണ്ഡവർമ്മ ശ്രീ പത്മനാഭദാസ എന്ന പദവി സ്വീകരിച്ചു. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. മുറജപം, ഭദ്രദീപം 2 ചടങ്ങുകളാണ്. അത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ആരംഭിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി ആരായിരുന്നു? കൃഷ്ണശർമ്മൻ. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം കൃഷ്ണശർമ്മനാണ്. മറ്റു 2 കവികളാണ് മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലുണ്ടായിരുന്ന മറ്റു 2 പേരാണ് രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും എന്നിവരും. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ ഇവരും മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലുണ്ടായിരുന്ന കവികളാണ്. പക്ഷെ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി ആരായിരുന്നു എന്ന് ചോദ്യം വന്നാൽ ഉത്തരം കൃഷ്ണശർമ്മനാണ്.